കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ, അഭിവൃദ്ധിയെ അതിവേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ ഒരു ചരിത്ര സംഭവമായി നവകേരള സദസ്സ് മാറി. ആ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിൽ ഒരു ദിവസം 4 മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ 140 മണ്ഡലങ്ങൾ. അതിനു പുറമെ ഓരോ മണ്ഡലത്തിലും എല്ലാ 36 ദിവസങ്ങളിലെ ആദ്യ ദിവസ മണ്ഡലത്തിൽ, ആദ്യ യോഗം നടക്കുന്ന മണ്ഡലത്തിൽ പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ, വിവിധ മേഖലകളിലെ പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ വിവിധ മേഖലയിലെ ജനവിഭാഗങ്ങൾ എന്നിവരുമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഭാത യോഗം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ, കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തെ ഒരു പുതിയ വികസനമാക്കി നാടാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള ഗവൺമെൻറ് പരിശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും പിന്തുണയാർജിക്കാനും കഴിഞ്ഞു. ഈ ചരിത്ര സംഭവം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മാതൃകയായി സ്വീകരിച്ചു വരികയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ നവകേരള സദസ്സും അതിൻ്റെ പ്രസംഗങ്ങളും നടപടികളും നല്ലതുപോലെ നിരീക്ഷിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, മലയാളികളിൽ നിന്നും, മറ്റു പലരിൽ നിന്നുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന സന്ദേശങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും പകരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു മഹാസംഭവം 140 മണ്ഡലങ്ങളിൽ 36 ദിവസം മുഖ്യമന്ത്രി എല്ലാ മണ്ഡലങ്ങളിലും പ്രസംഗിച്ചു. രാവിലത്തെ പ്രഭാത യോഗത്തിലും മുഖ്യമന്ത്രിയാണ് സംസാരിച്ചത്. മന്ത്രിമാർ ഇടവിട്ട് യോഗങ്ങളിലെല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഏതാണ്ടൊരു ദിവസം 5 പൊതുയോഗങ്ങൾ എന്നുള്ള നിലയിലെങ്കിലും ഏതാണ്ട് ഒരു 180 മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത്. ഇങ്ങനെയെല്ലാമുള്ള ഒരു ചരിത്ര സംഭവം ഉയർത്തിക്കൊണ്ടുവരാനും കേരളത്തിൻ്റെ വളർച്ചയെ ശക്തിപ്പെടുത്താനും പ്രവർത്തിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും സഹമന്ത്രിമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ആ പ്രമേയം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു.